മന്ദകോം കാറ്റിനൊത്തു പായാം കാഴ്ച കണ്ട് കേറാം വീട്ടിൽ തൊട്ട് തൊട്ട് പാറിക്കൊണ്ട് ഒട്ടുമാറി നിന്ന് കണ്ട് തൊട്ടതെല്ലാം. എത്ര ആകാശത്ത് നോക്കിയാലും കാണാൻ പറ്റുന്ന രീതിയിൽ ദൈവം പച്ച പരവതാനി വിരിച്ച എൻ്റെ നാട് നമ്മുടെ കേരളം. ഇത്ര ഭംഗിയൊന്നും വേറെ ഒരു നാടിനുമില്ല. നമ്മൾ കേരളത്തിലാണ്. നമ്മളുടെ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമാണ്. ഫോർ ദിസ് ഓണം മീ ആൻഡ് ഹണ്ടേ ഗോണ ടേക്ക് യു ഫോർ എ ഡിലീഷ്യസ് ജേർണി. ആൻഡ് നമ്മൾ എക്സ്റ്ററിലാണ് പോണേ. തിങ്ക് SUV, തിങ്ക് എക്സ്റ്റർ. സ്റ്റൈൽ മീറ്റ് കംഫർട്ട്, ദാറ്റ്സ് ദ പെർഫെക്റ്റ് വേർഡ് ഫോർ ഹണ്ടൈ എക്സ്റ്റർ. നമ്മളിപ്പോൾ കുറച്ച് നേരമായി ഓടിക്കുന്നു. ദ എൻജിൻ്റെ പവർ ഈസ് അമേസിങ് ആൻഡ് സിറ്റിയിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ അടിപൊളിയാണ്. ആൻഡ് നമ്മളിപ്പോൾ ഒരു ജേർണി പോവാണ്. ദ മ്യൂസിക് സിസ്റ്റം ഈസ് അമേസിങ്. അപ്പോൾ നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ട് ഈ ഒരു ജേർണി അടിപൊളിയാക്കാം. ലെറ്റ്സ് ഗോ. We explore 3 iconic sadhyas from Kochi, Thrissur and a traditional homemade sadhya from Palakkad. എണ്ണിയാൽ തീരാത്ത കറികളെ കുറിച്ചറിയാൻ, രുചിച്ച് തീരാത്ത രുചികൾ അറിയാൻ, അങ്ങനെ പറഞ്ഞാലൊന്നും തീരാത്തത്ര കഥകൾ കേൾക്കാൻ. ഇൻ ടു ദി വേൾഡ് ഓഫ് ബനാന ലീവ്സ് ആൻഡ് എൻഡ്ലെസ് കറീസ് നമ്മൾ കേരളത്തിന്റെ സദ്യയെ അറിയാനായിട്ട് പോവാണ്. കൊച്ചിയിലെ ലോങ് ട്രാഫിക് ജാമും ചെറിയ റോഡുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഹണ്ടേ എക്സ്റ്ററിൻ്റെ നാവിഗേഷൻ സിസ്റ്റം, സൂപ്പർ ലൈറ്റ് ഇലക്ട്രിക് സ്റ്റിയറിംഗ് വീലും നമ്മുടെ ഡ്രൈവ് ഭയങ്കര ഈസിയാക്കും. മാത്രമല്ല പുറത്ത് എത്ര ഹ്യൂമിഡ് ആണെങ്കിലും അവരുടെ എയർ കണ്ടീഷനിങ് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ ഓടിച്ച് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. തൊണ്ടയൊക്കെ പോയി. ബട്ട് നമ്മൾ ഗോകുൽ ഊട്ടുപുരയിൽ എത്തിയിരിക്കുകയാണ്. കൊച്ചിക്കാർക്ക് അറിയാത്തൊരു ഡെസ്റ്റിനേഷൻ അല്ല. കൊച്ചിയിൽ 1960s തൊട്ട് നല്ല വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. സോ നമ്മുടെ സദ്യയുടെ ജേർണി നമ്മൾ ഗോകുൽ ഊട്ടുപുരയിൽ നിന്ന് സ്റ്റാർട്ടാക്കുകയാണ്. യെസ്, നമ്മൾ കണ്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓണർ ഞാനാണ്. ഇവിടെയും ഞാൻ നോക്കുമ്പോൾ ഞാനും ഒരു ഈ ഹണ്ടയൊക്കെ റീസെന്റ് വാങ്ങിച്ചത്. എക്സ്ട്രീംലി ഗുഡ് ഡിസിഷൻ ഐ ഫീൽ. കാരണം എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും സ്ട്രെസ് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഭയങ്കര സൈലന്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വണ്ടി കാണുന്നത്. വെരി നൈസ്, നല്ല ഫീച്ചേഴ്സും നല്ല വെരി സ്മൂത്ത് ഡ്രൈവ്. Forget to introduce you guys. This is Gopal, the third generation owner of Gokul Utupura. ഗോപാലും ഗോപാലിന്റെ ബ്രദറും കൂടിയാണ് ഇപ്പൊ ഗോകുൽ ഊട്ടുപുര റൺ ചെയ്യുന്നത്. അവിടെ ബ്രദർ കിച്ചണിനകത്താണ്. സദ്യ റെഡി അല്ലേ? സദ്യ റെഡി. അപ്പം നമുക്ക് സദ്യ കഴിക്കാൻ പോകും. സോ ഇതെന്റെ 7ാമത്തെ 8ാമത്തെ വിസിറ്റാണ് ഗോകുൽ ഊട്ടുപുരയിൽ. ഞാൻ റെഗുലറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഞാൻ മാത്രമല്ല, കൊച്ചിയിലെ ഒരുപാട് ആൾക്കാരുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ഗോകുൽ ഊട്ടുപുര. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരും സ്ഥിരമായിട്ടും വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. 2 ബ്രദേഴ്സ് അവിടെ അടുക്കളയിൽ ഭയങ്കര ധൃതി പിടിച്ച സദ്യ പ്രിപ്പറേഷനിലാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ സദ്യ റെഡിയാണ്, കഴിക്കാൻ ഞാൻ റെഡിയാണ്. സൗണ്ട് മാത്രമാണ് പ്രശ്നം, ബട്ട് കഴിക്കാൻ പ്രശ്നമില്ല. ഒരു കാര്യം ചോദിക്കാം, ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ്? എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇപ്പോൾ അവിയലാണ്. ഓക്കെ, സദ്യയിലാണ്. ഈ ഒരു സദ്യയുടെ പ്രത്യേകിച്ച് ഇതൊരു ഞങ്ങളുടെ ഒരു ഫാമിലി റെസിപ്പി ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരു അവിയലാണ്. അമ്മയുടെ വലിയമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയിൽ നിന്ന് നമ്മൾ ഷെഫിനെ കാണിച്ചു കൊടുത്ത് ആ ഒരു സ്റ്റൈലിൽ ആക്കിയെടുത്തൊരു അവിയലാണ്. അപ്പോൾ ചെറിയ കളറിലും ടേസ്റ്റിലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പേഴ്സണലി എൻ്റെ എപ്പോഴും ഏത് സദ്യ ഞാൻ ആദ്യം കഴിക്കുക, രണ്ടാമത് കഴിക്കുക. ശരിക്കും ആൾക്കാർ പറയും ഇവിടെ നിന്നൊക്കെ വേണം തുടങ്ങാനൊക്കെ. ഞാനെപ്പോഴും എനിക്കിഷ്ടമുള്ള കറികൾ ആദ്യം കഴിക്കും. സദ്യ ചോറ് വരുമ്പോഴേക്കും ഞാൻ കുറെ സംഭവങ്ങളൊക്കെ തീർത്തിട്ടുണ്ടാവും. കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. NH66 ആണ്. ഇവിടെയാണ് നമുക്കൊന്ന് ഇതിന്റെ പെർഫോമൻസ് നോക്കാൻ പറ്റുക. നല്ല സ്റ്റേബിളാണ്. എഞ്ചിനിൽ നിന്നുള്ള ആ ഒരു പുഷ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് കോർണർ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂരാണ് എൻ്റെ നാട്.
ആൻഡ് ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടിൽ കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞങ്ങൾക്ക് കുമ്മാട്ടിക്കളിയുണ്ട്, പുലിക്കളിയുണ്ട്. അപ്പോൾ ഓണം എന്നും തൃശ്ശൂർക്കാർക്ക് ആഘോഷിക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സാധനമാണ്. തൃശ്ശൂർക്ക് നടക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ തൃശ്ശൂരാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. നമ്മൾ അമ്പിസ്വാമി കാറ്ററിങ്ങിലാണ്. ഡ്രൈവ് വാസ് സോ കംഫർട്ടബിൾ. നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉള്ളത് കാരണം ഓവർടേക്കിംഗ് ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. നമുക്ക് ഉള്ളിൽ പോയിട്ട് നമുക്ക് നമ്മുടെ പാലട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. മിസ്റ്റർ ആനന്ദ്, മിസ്റ്റർ ആനന്ദ് എൻ്റെ കൂട്ടുകാരനാണ് ഫ്രം അമ്പിസ്വാമി കാറ്ററിംഗ്. എടാ എത്ര കൊല്ലമായി വണ്ടി എടുത്തിട്ട്? 7 കൊല്ലം. ഹി ഓൾസോ ഓൺസ് എ ഹണ്ടേ ക്രെറ്റ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 70,000 കിലോമീറ്റർ. ഞങ്ങൾ കുറെ വീട്ടിലൊക്കെ ഇറങ്ങിയ കാറാണ്. ആൻഡ് ആരാണ് നമ്മൾ സദ്യയെ കുറിച്ച് പറയുന്നത്? ഉള്ളിലെ ആൾക്കാരുണ്ട്. തൃശ്ശൂർ എല്ലാവർക്കും അമ്പിസ്വാമിനെ അറിയാം. ഇത് എങ്ങനെയാണിത് സ്റ്റാർട്ട് ചെയ്തത്? എത്ര കൊല്ലമായി? ഇവിടെ തുടങ്ങിയിട്ട് 66 വർഷമായി അച്ഛനായിട്ട്. അതിന് അച്ഛൻ്റെ അച്ഛൻ അത് മാണിക്കാൻ പിന്നെ അങ്ങനെ വിളിക്കാം. എന്റെ അച്ഛനും മാണിക്കണം അങ്ങോട്ട് സന്ദേഹിച്ചെന്ന് പറഞ്ഞത് അങ്ങോട്ടാണ് ഇത് ഫസ്റ്റ് തുടങ്ങിയത്. ഇതിപ്പോ ഞങ്ങൾ വന്ന് തേർഡ് ജനറേഷൻ, ഞങ്ങളുടെ അടുത്ത ലെഗസി 4th ജനറേഷൻ ആയി കഴിഞ്ഞു. നീ തോന്നുന്നു ഓണത്തിന് ഏറ്റവും സ്പെഷ്യൽ പരിപാടികൾ നടക്കുന്ന സ്ഥലം തൃശ്ശൂരാണ്. നമുക്ക് പുലിക്കളി ഉണ്ട്, കുമ്മാട്ടിക്കളി ഉണ്ട്. ഓണത്തിന് എത്ര പേർക്കുള്ള സദ്യ അവിടെ നിന്ന് പോകുന്നുണ്ടോ? 10,000. പായസം ആണെങ്കിലോ എത്ര? 10,000 ലിറ്റർ പായസം. എത്ര പായസം ഉണ്ടാക്കണ്ടോ? ഓണത്തിന് 3 പായസം. പരിപ്പ്. അതെ. അപ്പൊ മൊത്തം എല്ലാം കൂടി കൂട്ടി ഒരു 10,000-15,000 ലിറ്റർ, 20,000 ലിറ്റർ ടോട്ടൽ. ഒരു 20,000 ലിറ്റർ പായസം തിരുവോണത്തിന്റെ അന്ന് മാത്രം ഇവിടെ നോക്കും. അപ്പൊ നമുക്കിനി പായസം കഴിക്കാം. അതുപോലെ എന്തെങ്കിലും ഡിഷുകളൊക്കെ ട്രൈ ചെയ്യാം. അവിടെ അക്ഷയും ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞ് ഡയറക്റ്റ് പായസം കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ മേ ബി ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുള്ള പാലട അമ്പിസ്വാമിയിലായിരിക്കും. എല്ലാ ഓണത്തിനും ഞാൻ ഇവിടെ വന്ന് 1 ലിറ്ററെങ്കിലും വാങ്ങാറുണ്ട്. ഡയറക്റ്റ് ഉള്ളിൽ നിന്ന് കഴിക്കാനായിട്ട് ഒരു ഗ്ലാസ്സുമായിട്ട് വരും. അടിപൊളി, നല്ല കറക്റ്റ് മധുരം. എല്ലാ പായസത്തിനും പോലെ തന്നെ. അല്ലാണ്ട് എനിക്കിതിൽ വലിയ പുതുമില്ല. പക്ഷെ എന്നാലും ഉരുളിയിൽ നിന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത് ഒരു വേറൊരു ഫീലാണ്. ഞാൻ അടുത്തൊരു ഗ്ലാസ്സും കൊണ്ട് എല്ലാവരെയും കൊണ്ടുവരാം, എല്ലാവർക്കും പായസം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുന്നത് കണ്ടു, പായസം കുടിച്ചു. പക്ഷെ കഴിഞ്ഞിട്ടില്ല. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് സദ്യ കഴിക്കാനായിട്ട് പോകാം. അങ്ങനെ നമ്മൾ പാലക്കാട് വന്നിരിക്കുകയാണ്. പാലക്കാടിൻ്റെ രുചികൾ അറിയാനായിട്ട്. വീട്ടിലെ ഊണാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. വീട്ടിലെ സദ്യ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ടേസ്റ്റ്, ഇറ്റ്സ് ഓൾസോ അബൌട്ട് ലവ്. അങ്ങനെ സ്നേഹം കൊണ്ട് വിളമ്പുന്ന സദ്യ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാലക്കാടത്തെ സദ്യ കഴിക്കാം. അതുപോലെ നമ്മളുടെ കുറേ ചൈൽഡ്ഹുഡ് ഓണം വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് സംസാരിക്കാം. സോ ഇത് എൻ്റെ അമ്മായിയാണ്. നമ്മളിപ്പോൾ പാലക്കാടാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് സദ്യ കഴിക്കാൻ വന്നേക്കാണ്. അമ്മായിയാണ് നമുക്കിന്ന് പാലക്കാട് സദ്യ ഉണ്ടാക്കി തരുന്നത്. ഉള്ളിൽ പോവാം. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ കറി? കാളനാണ് ഇന്നത്തെ സ്പെഷ്യൽ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇതിലേതാണ് അമ്മായിയുടെ സ്പെഷ്യൽ? എല്ലാം സ്പെഷ്യലാണെന്നല്ലേ? സാമ്പാറുണ്ട്, അവിയലുണ്ട്, ഇഷ്ടമുണ്ട്, തക്കാളിക്കറി, പുളിയിഞ്ചി. പിന്നെ അത്ര എൻ്റെ ഫാമിലിയിലെ ഏറ്റവും ക്യാമറ ഷൈ ആയിട്ടുള്ള പേഴ്സണാണ്. സോ നമുക്ക് സദ്യ കഴിച്ചുകൊണ്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. സാമ്പാർ ഒഴിച്ച്, ഒരു പപ്പടമൊക്കെ പൊടിച്ച്, കുറച്ച് അവിയലൊക്കെ കൂട്ടി ഇങ്ങനെ കഴിച്ചാൽ അടിപൊളിയായിരിക്കും. നമ്മുടെ ഡേ നൈറ്റ് ആയി തുടങ്ങി. നമ്മുടെ എപ്പിസോഡും തീരുകയാണ്. സോ നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോയി കുറേ സംഭവങ്ങളൊക്കെ കണ്ടു കഴിച്ചു. ഇനി നമുക്ക് വീണ്ടും കാണാം. എല്ലാം ഈ യാത്ര അവസാനിക്കുന്നില്ലല്ലോ.
So this time, bye from me and Hyundai Exter. വീട്ടിലെത്തി ഹണ്ടേക്കൊപ്പം ഹണ്ടേ കേരളം എന്ന കുടുംബത്തിനായി